തലേദിവസത്തെ ചാറ്റൽ മഴയുടെ അവശിഷ്ടങ്ങൾ താമരയിതളുകളിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ എന്ത് ഭംഗിയാല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ വല്ലൂരിൻ്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണ ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന ദിവസങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങൾ പ്രദാനം ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീയാണ് കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക വീടിൻ്റെ ചുറ്റും വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പക്ഷേ വീടിൻ്റെ ഉള്ളിനേക്കാളധികം എനിക്ക് വീടിൻ്റെ ചുറ്റും നല്ല ഭംഗിയുള്ള ചെടികളും നല്ല പച്ചപ്പും ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീടിൻ്റെ ചുറ്റും അതിമനോഹരമായ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന, പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന, കിളികളൊക്കെ വരുന്ന, അവരുടെ കളകളാരവങ്ങളൊക്കെ ഒഴുകി നടക്കുന്ന വലിയൊരു പൂങ്കാവനാക്കി മാറ്റണം എന്ന് എൻ്റെ വലിയ സ്വപ്നമാണ് കേട്ടോ. നിറയെ താമരയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിൽ എൻ്റെ കൈപിടിക്കുന്ന ആൾ ഭാഗ്യം തന്നെയാണ്. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഇവരെയൊക്കെ പരിചരിക്കുന്നതും ഇവർക്ക് വളം കൊടുക്കാറില്ല, വെള്ളം കൊടുക്കുന്നത് ഭാഗ്യനാണ് കേട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കൈ പിടിക്കാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട് വൃത്തിയാക്കുന്ന തിന്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയും കുമിഞ്ഞുകൂടി കിടന്നിരുന്ന കുറച്ച് ആക്രിസാധനങ്ങളൊക്കെ പറക്കി അതാത് സ്ഥാനങ്ങളിൽ വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും ചിന്തിക്കാൻ സമയമില്ല. അന്തപ്പനൊരു കുന്തമില്ല എന്ന് കേട്ടിട്ടില്ല, അന്തപ്പൻ ചിന്തിക്കാത്ത കാരണം കൊണ്ട് അത്രേ. അതുപോലെ തന്നെയാണ് ഞാനൊരു അന്തപ്പനാണ് കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കത് കാരണം കൊണ്ട് ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. എൻ്റെ പോലെ കിട്ടുന്ന സമയങ്ങളൊക്കെ എന്തെങ്കിലും നുള്ളിയും പറിച്ചും നട്ടും സമയം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ ചുറ്റും കാണുന്നവരൊക്കെ അങ്ങനെയാണ്. ഇവൻ ശ്രീകുട്ടൻ തൊട്ട് ബാക്കി അച്ഛൻ വരെ എല്ലാവരും 24 മണിക്കൂറും ഉറങ്ങാത്ത സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവരാണ് എൻ്റെ ഇൻസ്പിറേഷനും. അങ്ങനെ തലേദിവസം പെയ്ത മഴയിലത്തെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അത് ചെടികളുടെ കടക്കൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും പണികൾ എടുക്കുന്ന ദിവസങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവണമെന്നില്ല കേട്ടോ. ഏറ്റവും സന്തോഷത്തോടെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരു സാറ്റിസ്ഫൈ ഫീലിംഗ് വരുമ്പോഴാണ് ആ ദിവസം പ്രൊഡക്റ്റീവ് ആവുന്നത്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഉപദേശം എത്ര മതി കേട്ടോ. അങ്ങനെ ഈ പ്രകൃതി രമണീയമായ ഈ ഭൂമിയിൽ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഉണ്ട് എന്നുള്ള ഒരു മാനസികമായ മുന്നൊരുക്കത്തോടെ തുടങ്ങിയ ദിവസമായിരുന്നു ഇന്നത്തെ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുക, ഫുള്ളും പച്ചപ്പാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ഈ മണ്ണോട് ചേരും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരില്ലല്ലോ, ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയല്ലേ. അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് എവിടെ ഇരിക്കാൻ തോന്നില്ല, എന്തൊക്കെയോ ചെയ്യാനുള്ളൊരു വെമ്പലാണ്. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ളൊരു തോന്നലാണ് എന്നെ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് വയ്ക്കുന്ന കാര്യം. ഇതെന്താ ഈ കുട്ടി പറയണത്? അങ്ങനെ നമ്മൾ മേടിച്ച 2 പെറ്റൂണിയനെ കണ്ടടാ. ഒരെണ്ണം വയലറ്റ്, ഒരെണ്ണം റെഡ്. 100 രൂപയാണ് ഒരെണ്ണത്തിന് കേട്ടോ. നമ്മൾ മണ്ണുത്തി കാവുങ്ങലിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് മുറ്റമടിക്കൽ വലിയൊരു എക്സസൈസാണ്. ഞാൻ നല്ല രീതിയിൽ അടിച്ചിട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഇങ്ങനെ ആക്കി തന്നത് നമ്മുടെ ശാന്തമ്മയാണ് കേട്ടോ. പിന്നെ പറഞ്ഞതിനോട് എന്നും രാവിലെ ഡെയിലി എണീറ്റ് മുറ്റടിച്ചോ, നല്ലതാണ്, ബോഡിക്കൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെടികളെയും പൂക്കളെയൊക്കെ നട്ട് നനച്ച് അവരെയൊക്കെ നോക്കി ആ ഒരു മോർണിംഗ് ഉണ്ടല്ലോ മക്കളെ, അതിൻ്റെ ഒരു വൈബ് ഈ ലോകത്ത് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല കേട്ടോ. നമ്മൾ വാടക വീട്ടിലായിരുന്നപ്പോൾ പോലും ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടത്തേക്കാളും വലിയ ചെടിത്തോട്ടാക്കണം ഇവിടെ എന്നുള്ള ഒരു എന്താ പറയുക, എൻ്റെ ആ ത്വരയാണ് നിങ്ങൾ ഈ കാണുന്നത് പൂക്കളായിട്ട് കേട്ടോ. എനിക്ക് നമ്മുടെ നിഷേച്ചി കൊണ്ടുവന്ന് തന്നിട്ടുള്ള കുറച്ച് ചെടീൻ്റെ ആ വയലറ്റ് ചെടി, ഇത് ബ്രൈഡൽ ബൊക്ക 20 രൂപ കൊടുത്ത് മേടിച്ചതാണ്. എന്ത് ഭംഗിയാ നിൽക്കണത് കാണാനല്ലേ. 2000 രൂപ വരെ മതിപ്പിലാണ് അവൻ നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ആ ചെടികൾ മേടിക്കാനും വെക്കാണ്ടിരിക്കാൻ തോന്നുക? നിങ്ങൾ പറയാറില്ലേ ശ്രീ എന്തോരം ചെടികളെ മേടിക്കുന്നതെന്ന്? ഈ വീടിൻ്റെ ചുറ്റും ചെടികളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ. കാലത്തെണീറ്റ് മിക്ക ദിവസങ്ങളിലും എൻ്റെ പണി ഇതാണ്. ഇതിനെടുത്ത് അവിടേക്ക് വെക്കുക, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുക, പൂക്കളെ വിരിയിക്കുക, അതിനെ നോക്കുക. അങ്ങനെ നമ്മൾ പുതിയത് മേടിച്ച 2 താമരയും കൂടി എക്സ്ട്രാ അതിലുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കാലത്ത് ഒരു ഇപ്പോൾ സ്കൂൾ പൂട്ടിയതിന് ശേഷമുള്ള കുറച്ച് വൈബുകൾ എന്ന് പറയുന്നത്. ഇത് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിൽക്കുക, നമ്മുടെ നാടിൻ്റെ വൈബ് ആസ്വദിക്കാൻ പറ്റുക. ഞാൻ സ്വയം പൊക്കി പറയുന്നതല്ല, അത് മിസ്സാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ അല്ലേ? ചേച്ചിമാർ പറ, ചേട്ടന്മാർ, പ്രവാസികളായിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും കമൻറ്റ് ചെയ്യും. ജീവിത പ്രാരാബ്ദം കൊണ്ടല്ലേ നിങ്ങൾ പുറത്തു പോയി നിൽക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാരണം കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാനല്ലേ ഇഷ്ടം? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരും കമൻറ്റ്
കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ചോറിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും അരിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ മണം എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. കാലത്ത് എണീറ്റിട്ട് ഒരു ചന്ദനത്തിരിയെങ്കിലും കത്തിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചന്ദനത്തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ആൽത്തറയിൽ നമ്മുടെ മൂവാണ്ടത്തറയിൽ എങ്ങനെയാണ് ശ്രീ ഇതിട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല. പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പ്രകൃതി രമണീയമായ ഭൂമിനെ വീണ്ടും കാണിച്ച് ഞാൻ കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ നട്ട് നനച്ചിട്ടുണ്ടായിരുന്ന പയറുമ്പതാ മക്കളെ പയറുണ്ടായടാ പയറുണ്ടായി. അങ്ങനെ പയർ നമുക്ക് പൊട്ടിച്ചിന്ന് പയറുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പയറുപ്പേരി അതുപോലെ തന്നെ കുറച്ച് നാടൻ വിഭവങ്ങളിലൂടെ പ്ലസ് ഒരു ചിക്കൻ കറിയും കാര്യം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്തുണ്ടെങ്കിലും തൊട്ടുകൂട്ടാനായിട്ട് ഒരു നോൺ വെജ് വേണമെന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. കാരണം ചേട്ടന്മാരുണ്ട് പണിക്ക്. പിന്നെ നമ്മൾ നനയ്ക്കുന്നത് നമ്മുടെ ചെടി മുരിങ്ങയാണ്. നമ്മൾ അടുത്തതായിട്ട് മുരിങ്ങ കൃഷിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഭാഗ്യം മേടിച്ച് വെച്ചതാണ് കേട്ടോ ഈ ചെടി മുരിങ്ങയുടെ തൈ. 25 രൂപ കൊടുത്ത് മണ്ണൂത്തിന്ന് മേടിച്ചതാണ്. പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ട് അമ്പഴവും അതുപോലെ തന്നെ ഓറഞ്ചും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒക്കെ എത്തുമ്പോൾ നിറച്ച് കായകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാലത്ത് എണീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ അപ്പം നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന റിയൽ ലൈഫ് ആവില്ല ചിലപ്പോൾ റിയൽ ലൈഫ്. എല്ലാവരുടെയും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ നല്ലത് മാത്രമേ കാണാറുള്ളൂ, നല്ലത് മാത്രമേ ബി ഹാപ്പി വിത്ത് ശ്രീയല്ലേ. അപ്പോൾ ശ്രീയുടെ ബി ഹാപ്പി തിങ്സ് മാത്രമാണ് നിങ്ങളെ ഞാൻ കാണിക്കാറുള്ളൂ. പിന്നെയും ഒഴിച്ചു കൂടാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ സോ റിലാക്സ്ഡ്. അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ട്. സ്വീറ്റ് അമ്പഴമാണ് അത്. നല്ല കുരുവില്ലാത്ത അമ്പഴം. അത് സ്വീറ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3-4 സൈഡുകളിലാണ് പയർ വെച്ചിരിക്കുന്നത്. ഈ പയറിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൊട്ടിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഓറഞ്ചുമ്മേ കുഞ്ഞു കുഞ്ഞു ഓറഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് വലുതായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അത് ഓറഞ്ചാന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെ പയറൊക്കെ പൊട്ടിച്ച് നമുക്ക് 2-3 സ്ഥലത്താണ് നമ്മൾ പയർ നട്ടിരിക്കുന്നത്. ഈ പയർ നട്ടതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസോബിയം ബാക്ടീരിയ അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇടവിളയായിട്ട് പയർ നടും. 3-4 സ്ഥലത്ത് പറമ്പിൽ നമ്മൾ വാഴ നടുന്നേക്കാളും മുന്നേ പയർ നട്ട് നമ്മൾ പ്രപ്പ് ചെയ്യില്ലേ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നേക്കാളും മുമ്പ് നമ്മുടെ ബോഡി അതുപോലെ തന്നെ മണ്ണിനെ പ്രപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ പയർ നടൽ എന്ന് പറയുന്നത്. അങ്ങനെ പയറൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറിയും ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നും സാധാരണ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കാറുള്ളത്. ഇന്ന് നമ്മൾ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. എണ്ണ ഒഴിച്ച് ചൂടാക്കിയപ്പോൾ അതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൂരത്തിന് ഉണ്ടാക്കിയതാണ്. ഇത്രയും നാളായിട്ട് ഒരു കേടും വരാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എത്രയും മാത്രം അടിപൊളിയാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർത്തിട്ടില്ല. അതിൽ നമ്മൾ നീളനെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള വലുതൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാടൻ പച്ചമുളക് ഇല്ലാത്ത കേസ് ഇല്ല കേട്ടോ നമുക്ക്. അത് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ നോൺ സ്റ്റിക്കിൽ നാളികേരം വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മളൊരു 3 തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്നത് നമ്മുടെ സോയാ സോസാണ്. എനിക്ക് ഈ ചിക്കൻ കറിയിലത്തെ കളർ ഒരു ബ്ലാക്ക് കളറിലേക്ക് ബ്രൗൺ കളറിലേക്ക് വരുന്നതും പിന്നെ ആ ഒരു മണം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മണം ഉണ്ടല്ലോ അത് വരുമ്പോഴും ഭയങ്കര ഒരു യമ്മി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ചിക്കൻ കറി. അങ്ങനെ നമ്മൾ സാധാരണ കുക്കർ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ വെക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് കഷ്ണം ഇട്ടിട്ട് അതൊരു ഒറ്റ വിസിൽ മാത്രമേ കേൾപ്പിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് വിസിൽ കുറേ നേരം വെക്കില്ല, അത് വിസിൽ കളയാണ് ചെയ്യുക. ഇപ്പുറത്ത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ നാളികേരം വറുത്ത് കോരിയത്. കണ്ട നമ്മൾ അതിൻ്റെ ആ മൊത്തം വിസിലിൻ്റെ ആ സംഭവം കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതൊരു കഥ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചിക്കനിലത്തെ വെള്ളം നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ലല്ലോ. ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണ്ട. ഏത് മാംസം വേവിക്കുമ്പോഴും വെള്ളം ഒഴിക്കണ്ട കേട്ടോ കുക്കറിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചേച്ചിമാർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കുറേ അനിയന്മാർ പറയാറുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ആ കറി ഉണ്ടാക്കി അടിപൊളിയാണെന്ന്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വേവണം. നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ട് വേവണ്ടേ, ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയും കൂടി കാച്ചി കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി. ഇനി നാളെ വേണം നല്ല ചപ്പാത്തി അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചാറുണ്ട് കേട്ടോ. ചാറ് വറ്റിച്ചെടുക്കാം. പിന്നെ വറ്റിക്കണം എന്നില്ല, കുറച്ച് നേരം കഴിയുമ്പോഴേ സംഭവം ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ നമ്മൾ ഇന്ന് ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ബോംബെയിൽ നിന്ന്
നമ്മുടെ ഒരു ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. കല്യാണ ആവശ്യത്തിന് വന്നതാണ് അവർ. അപ്പോൾ ചേച്ചി ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ. അങ്ങനെ ദാൽ ഫ്രൈമ പിടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഞാൻ നമ്മുടെ തുവരപ്പരിപ്പും അതുപോലെ തന്നെ വടപ്പരിപ്പും ഇട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ വെച്ച് നോക്കണത്. നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട്. അതിൻ്റെ ഇടയിൽ മണിക്ക് ചോറ് കൊടുക്കാൻ പോയതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് മുഴുവൻ നെയ്യിലാണ്. പുറത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എപ്പോഴും നൊസ്റ്റായിട്ടുള്ളൊരു മണം വരുന്ന സംഭവമാണ് കേട്ടോ ദാൽ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെയ്യിൽ നമ്മുടെ എന്താണ് പറയുക, വെളുത്തുള്ളി നല്ല ജീരകവും അതുപോലെ തന്നെ 2 വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോപ്പറിലിട്ട് അടിച്ചാലും മതി കേട്ടോ, നമ്മുടെ പച്ചമുളകും തക്കാളിയും സവോളയും അതിട്ട് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള നമ്മുടെ ആ പരിപ്പുണ്ടല്ലോ അതിലിട്ട് കൊടുക്കുക. നമ്മുടെ വടപ്പരിപ്പിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് വരിക കേട്ടോ. ഈ ദാബയിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മണം എന്ന് പറയുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മൾ അതിനെ നന്നായിട്ട് എണ്ണ കാണുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വെളിച്ചെണ്ണയിലല്ല, വീണ്ടും നെയ്യിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയില്ല. വെളിച്ചെണ്ണയുടെ മണം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് അങ്ങോട്ട് മാറില്ലേ. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ജീരകവും ഇതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇട്ടിട്ട് വറ്റൻമുളക് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഈ എന്താ പറയുക ഇതിനെ മല്ലിയില അത് ധാരാളം ഇട്ട് കൊടുക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എനിക്ക് മല്ലിയില കിട്ടിയില്ല. പക്ഷേ ഡെൽസി ആൻറ്റിയുടെ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇലയില്ലേ എന്നാൽ അതിനെ മറ്റേ മല്ലിയില മണം വരുന്ന ഇല അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഞാൻ പയറൊടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ വ്ളോഗാന്ന് തോന്നുന്നു, അത് വല്ലവർക്ക് വരുന്ന വ്ളോഗ്. അതിൽ പയറിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുക ചെയ്യുക. അങ്ങനെ പണ്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ അരിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് നമ്മളൊന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ കൂട്ടാൻ വെക്കുക, ഉപ്പേരി കാച്ചുക ഒക്കെയാണ് നമ്മുടെ ഇവിടെ പറയാട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയൊന്നും ഇടില്ല, വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിക്കും. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ മുളക് പൊടി ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഇടിച്ച മുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഒടിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും, കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, അടച്ചു വെക്കും. ഇതാണ് നമ്മുടെ ഉപ്പേരി. ഇവിടെ എല്ലാ ഉപ്പേരികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പയറ് വേവിച്ചെടുത്ത് ഇടുന്നേക്കാളും ടേസ്റ്റാണ് പയറ് പച്ചക്ക് ഇട്ടിട്ട് ആ ഒരു ആവിയിൽ കിടന്ന് വേവുക എന്നുള്ളത്. പിന്നെ ഉണക്കമീൻ, നമ്മുടെ ഇവിടെ തൃശ്ശൂരൊക്കെ പണ്ട് തൊട്ടുള്ള ഒരു സിസ്റ്റമാണ് പരിപ്പ് കുത്തി കാച്ചതും പയറുപ്പേരി ഉണക്കമീനും. ഇതുണ്ടെങ്കിൽ നമുക്ക് സദ്യ എന്ന് പറയാം. നമ്മൾ അളിയന്മാർക്ക് പോലും കൊടുക്കുന്നതാണ് പറയാട്ടാ. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ. അപ്പം ഞാൻ 4 ഉണക്കമീൻ എടുത്ത് വറുത്തു. എനിക്ക് മാന്തൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ കിട്ടുന്ന ഉണക്കമീനാണ് കൂടുതൽ ഇഷ്ടട്ടാ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് നമ്മുടെ കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്ന് ഭാഗ്യം മേടിച്ചുകൊണ്ട് വന്നതാ. വെച്ചിട്ട് അത് വിളമ്പി കാണിച്ചെന്നില്ലെങ്കിൽ മോശമല്ലേ. ചിക്കൻ കറി, നമ്മുടെ നല്ല അടിപൊളി കുറുക്ക് ദാൽ ഫ്രൈ, പിന്നെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പയറുപ്പേരി, ഉണക്കമീൻ. ഇത് കാണുമ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം നിങ്ങൾ കാണുകയാണ് വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും പറയും, എടി ശ്രീജയെ നിനക്ക് കൊതി പറ്റൂടിയെന്ന്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പൊതുവേ ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് കഴിക്കൽ കുറവാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശന്നിരിക്കുന്ന നേരത്താണെങ്കിൽ എന്നോട് ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിക്കത് കഴിക്കാണ്ടിരിക്കാൻ പറ്റിയില്ലടാ, ഭയങ്കര കോമ്പിനേഷനാണ് അത്. അങ്ങനെ ശ്രീകുട്ടനും കൊടുത്ത് അടുക്കള നമ്മൾ വിട്ടൊഴിഞ്ഞു. ഇന്നത്തേക്ക് അടുക്കള അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വൃത്തിയാക്കണ പരിപാടി ഉണ്ട്, അതിന് കയറണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്യാണം ആയതുകൊണ്ട് തന്നെ വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനുള്ള ഒരു പ്ലാനിൻ്റെ ഒരു ചെറിയൊരു തുടക്കമുണ്ട്. വീടിൻ്റെ ഉള്ളും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പുറത്തെ പണിക്കൊക്കെ ആയിട്ട് ശാന്തമ്മയും അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അകത്തെ പണിക്ക് ശാന്തമ്മേനെ ഞാൻ വിളിച്ചില്ല, എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് അടുക്കലും പറക്കലൊക്കെ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റിയ പരിപാടിയായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ്റെ ഗാനമേളയാണ് ആ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ കിച്ചണൊക്കെ വൃത്തിയാക്കി. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ശ്രീ നാനോ വൈറ്റ് അടിപൊളിയാണോ, മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കാണുന്നത് കറണ്ട് ബില്ലാണ്. ഇതിങ്ങനെ 2 മാസം കൂടുമ്പോൾ വരുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇത് നാനോ വൈറ്റ് വൃത്തിയാക്കേണ്ട കാര്യം ബുദ്ധിമുട്ടൊന്നായിട്ട് ഫീൽ ചെയ്യാറില്ല. എന്നും നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇടാറുണ്ട്. പിന്നെ ഒരുപാട് മസാലകളും കാര്യങ്ങളും ഒന്നും അതുമ്പോൾ വീഴാണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഷൂട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് കുഞ്ഞ് കിച്ചൺ ഉണ്ടല്ലോ അവിടെ തന്നെ ചെയ്തെടുക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം കിച്ചൺ വൃത്തിയായിട്ടിരുന്നാൽ തന്നെ ആ വീട് മൊത്തത്തിലൊന്ന്
വൃത്തിയായിട്ടിരിക്കും. എൻ്റെ ഒരു ചിലപ്പോൾ മനസ്സിൻ്റെ തോന്നലായിരിക്കാം കേട്ടോ. കിച്ചൺ വൃത്തിയാക്കി ഇടുന്ന ഒരു വീട്ടിലത്തെ വൃത്തിയും വെടുപ്പും നമ്മളിപ്പോൾ പെണ്ണുങ്ങളുടെ കാലിൽ നോക്കി അറിയാം അവർ വൃത്തിയും വെടുപ്പും എന്ന് പണ്ടുള്ളവർ ചൊല്ലാറുണ്ട്. ഇതൊക്കെ ഒരു മിത്തായിരിക്കാം കേട്ടോ. ഞാൻ അതിലൊന്നും വലിയ കാര്യമായിട്ട് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ കുത്തിവെച്ചിട്ടുള്ള ഒരു തോട്ടാണ് കിച്ചൺ വൃത്തിയായിട്ട് കിടക്കുന്ന വീടുകളിൽ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളായിരിക്കും എന്ന് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അവരുടെ ജോലി തിരക്കിൻ്റെയും അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളുടെയും ഒക്കെ സമ്മർദ്ദം മൂലമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും വൃത്തിയാക്കി ഇടാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ പറ്റാറില്ലായിരിക്കും. എങ്കിലും അത് എന്താ പറയുക, അത് നമ്മുടെ മനസ്സിൽ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യം തോന്നുന്നു, വൃത്തിയും വെടുപ്പുള്ള വീട് എന്നുള്ള കാര്യം. അത് കാരണം തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ. ഞാൻ എന്താ പറഞ്ഞു വന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ എല്ലാ സൈഡും അടിച്ചു വാരി തുടച്ചിടൽ ഡെയിലി ചെയ്യുന്ന ഒരു പ്രോസസ്സായ കാരണം കൊണ്ട് വലിയ പണിയൊന്നും കിട്ടാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മണം വലിയൊരു വീക്ക്നെസ് ആയ കാരണം കൊണ്ട് ഞാനൊരു പ്യൂരിഫയർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പുൽത്തൈലത്തിൻ്റെ ഡ്രോപ്സാണ് ഒഴിക്കാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഒതുക്കലും പിടിക്കലും ഒന്നും ഇപ്പോൾ നടക്കാറില്ല. ഞാൻ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ചെവിയിൽ മൂട്ട പോയ പോലെ പറയില്ലേ, വലിച്ചു വാരിടല്ലേ എന്ന് പറഞ്ഞ് ഭാഗ്യനും ശ്രീകുട്ടനും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയെന്നേ. അപ്പോൾ നമ്മൾ പറയുന്നതുകൊണ്ട് ഗുണമുണ്ട് എന്ന് മനസ്സിലായില്ലേ. അങ്ങനെ അവരെ റൂമൊക്കെ ജസ്റ്റ് ബെഡ്ഷീറ്റ് മാറാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂമെന്ന് വെച്ചാൽ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന റൂമാണ് കേട്ടോ. ഈ റൂമിലാണ് മിക്കതും ഞാൻ സമയം ചിലവഴിക്കാറുള്ളത്. അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റ് ആയ കാരണമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ 400 രൂപ എങ്ങാണ്ട് കൊടുത്തിട്ട് മേടിച്ചതാണ്. മീഷോയിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ വില കുറവാണ്. ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവും എന്നറിയാത്ത കാരണം കൊണ്ട് ആമസോണിൽ നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ കമ്മലും അതുപോലെ തന്നെ മാലയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇങ്ങനത്തെ ഈ കള്ളിയായിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോടാ, അതിലാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് കാണാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലുപരി നമുക്ക് ഇങ്ങനെ ഒരു കമ്മലുണ്ടോ എന്ന് പോലും നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സാധനം തപ്പുമ്പോഴാണ് ചിന്തിക്കുക. അപ്പം ഞാൻ ചോദിക്കും, അയ്യോ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന് ഇതിടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രൊമോഷന് പോയപ്പോൾ അതിടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പോയപ്പോൾ അതിടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. ഇത് കണ്ടാലല്ലേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഇതാകുമ്പോൾ നമുക്ക് ഹാങ്ങറിൽ ഇട്ടിട്ട് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ കാണാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രൊമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പോലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആണെങ്കിൽ ഇതുപോലെ പ്രൊമോഷൻസ് വഴി നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. കൊളാബ് വഴിയൊക്കെ കിട്ടും. നമുക്ക് ബാർട്ടർ കൊളാബ് ഉണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾ മേടിച്ച് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അവർക്കൊരു പ്രൊമോഷൻ ആവും ചെയ്യും, അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോവുകയും ചെയ്യും, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ചേച്ചിമാരെയും അനിയത്തിമാരെയും, അതായത് ലേഡീസ് വിഭാഗക്കാരെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്ന ചേച്ചിമാരായിരിക്കും കൂടുതലും ചെയ്യേണ്ടാവുക. അപ്പോൾ അവർക്ക് ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ അയച്ചു തരുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ സാധനങ്ങൾ വിറ്റുമ്പോൾ അവർക്കൊരു എക്സ്പോഷർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് നമ്മുടെ മീഷോന്നും ആമസോണിൽ നിന്നൊക്കെ മേടിക്കുന്ന പെട്ടികളിലാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് തള്ളി വെക്കില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അത് കാരണമാണ് ഇത് മേടിച്ചത് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതുപോലത്തെ 2-3 മോഡലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ഇത്രയും അധികം കമ്മലുകൾ എന്തിനാ, അല്ലെങ്കിൽ ഇത്രയും അധികം സാധനങ്ങൾ എന്തിനാന്ന്. നമ്മുടെ ജോലി അതാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ അത് സൂക്ഷിച്ച് വെക്കുന്നത്. നമുക്ക് ഒരുപാട് കിട്ടാറുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇങ്ങനത്തെയാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് ഇമിറ്റേഷൻ ജ്വല്ലറികളുണ്ട്. നിങ്ങൾക്കറിയാലോ, നമുക്ക് സഖി പൈസറി എന്ന് പറഞ്ഞിട്ട് ഇമിറ്റേഷൻ പേജ് ഉണ്ട്. അതിൽ കുറേ ഈ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ നമ്മൾ സെല് ചെയ്യാറുണ്ട്. പിന്നെ ഞാനും ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരുപാട് സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. എൻ്റെ മിക്കതും ഇങ്ങനത്തെ റോഡ് ഗോൾഡ് ആഭരണങ്ങളായിരിക്കും. നിങ്ങൾക്കറിയാലോ എൻ്റെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത്. എനിക്ക് പേടിയാണ് വീട്ടിലൊക്കെ ഗോൾഡ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഗോൾഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഗോൾഡിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു ഗോൾഡിനേക്കാളും ഭംഗിയിൽ എപ്പോഴെപ്പോഴും മാറിയിടാൻ പറ്റുക അതുപോലത്തെ ഇമിറ്റേഷൻ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കളറ് പോകുന്നുള്ള ഒരു ഭയം നമുക്കുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ കെട്ടിപ്പൊതിഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ കെട്ടിപ്പൊതിയുന്നതിന് പകരം ഇതുപോലെ സിബ്ബഡ് ആയിട്ടുള്ള കുറച്ച് പൗച്ചുകളുള്ള ഒരു ചെറിയ ഇതുപോലെ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സംഭവം മേടിച്ചു. നമ്മൾ ഓർഗനൈസർ മേടിച്ചു. നമ്മളെല്ലാം കൂടി ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ.
ഞാനിടുന്ന കമ്മലുകൾ എവിടുന്നാന്ന് നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട്. അതും കുറേ ഇമിറ്റേഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ കമ്മലുകളാണ്. വലിയ വലിയ കമ്മലുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇതുപോലത്തെ ഹൂപ്സുകളാണ് ഉപയോഗിക്കുക. അതും വളരെ ചെറിയ ഹൂപ്സുകളാണ് ഉപയോഗിക്കുക. ഇത് 100 രൂപ 120 രൂപയൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഇമിറ്റേഷൻ ജ്വല്ലറിയിൽ നമ്മൾ മേടിക്കുന്നതാണ് കേട്ടോ. ഞാൻ നമ്മുടെ പേജിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നതാണ് ഇഷ്ടം തോന്നിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാനും സേഫാണ്. അപ്പോൾ ഇതൊന്ന് കളറ് പോവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ 6 മാസമൊക്കെ കളർ പോവാണ്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഉണക്കി ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം, സ്വർണത്തിനേക്കാൾ അധികം കാലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് ഇങ്ങനെ ക്ലോസ്റ്റർ ഇല്ലാത്ത ഹാങ്ങിങ് ആയിട്ടുള്ളതാണ്. ഇത് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. അത് വളരെ വില കുറവാണ്, പിന്നെ അത്രയും ചീപ്പാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഈ ഹെയർ ആക്സസറീസ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മളൊരു 5 കൊല്ലമൊക്കെ മുന്നൊക്കെ കല്ലറക്കൽ ജ്വല്ലറിയുടെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ 90% ഡിസ്കൗണ്ടിൽ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള അതേ പ്രോഡക്റ്റുകൾ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ അതിൽ കാണുന്നുണ്ടാവുക. ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പണ്ട് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് ആക്സസറീസ്, ചെറുപ്പത്തിൽ ഞാൻ ശ്രീകുട്ടൻ്റെ ഒക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ വലിയ പെട്ടിയിലാക്കിയിട്ട് അവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് അത് അവരിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കസിനാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ചോദിച്ചത്, അല്ലാത്തവരോട് നമ്മൾ ചോദിക്കില്ലല്ലോ. അന്ന് അവരത് തന്നില്ല. അപ്പോൾ അതൊരു വിഷമം പോലെ ഇങ്ങനെ മനസ്സിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ ഓർമ്മകൾ ഇങ്ങനെ ഭയങ്കര മുറിവായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതരം മനസ്സാണ് എൻ്റെന്ന്. അപ്പോൾ ആ ഓർമ്മകളിലുള്ളതാണ് കേട്ടോ അത്. അങ്ങനെ അന്ന് തൊട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ടുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് മക്കളെ. ഒരു സന്തോഷമാണ് അത് കേട്ടോ, വളരെ സന്തോഷമാണ് അത്. ചില ഇഷ്ടങ്ങൾ അവർക്ക് സന്തോഷം പകരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ വിടാം അല്ലേ, അങ്ങനെ വിട്ടോട്ടെ, അവർ സന്തോഷിച്ചോട്ടെ. പക്ഷെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ആവശ്യമുള്ളതും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇട്ട് മോശമായതൊന്നും ആർക്കും കൊടുക്കാറില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ചെറുപ്പത്തിലൊന്നും ആരും നമ്മളെ സഹായിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തന്നിട്ടോ ഒന്നുമില്ല. നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ആരും ഒന്നും തന്നിട്ടില്ല. അത് കാരണം നമുക്കും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സും ഇല്ല, സങ്കടങ്ങളും ഇല്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ റൂം മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. ഇത് നമുക്കത് വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ 4 മണിക്ക് നമ്മൾ പരിപ്പുവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ദ ഡേ, റെസിപ്പി ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോർട്സ് ആയിട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സിൽ കാണാം കേട്ടോ, പരിപ്പുവടയുടെ റെസിപ്പി കാണാൻ പറ്റും. പരിപ്പുവട ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഷോർട്സാണ് ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ചേച്ചിമാർ ഒരുപാട് പേര് പറയുന്നു ശ്രീ റെസിപ്പികളൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യടാ, 1 മിനിറ്റിൽ നമുക്ക് കണ്ടു തീർക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ഒരു റെസിപ്പി നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പലഹാരങ്ങളല്ലേ, ഇപ്പോൾ 4 മണി പലഹാരങ്ങളല്ലേ കുട്ടികൾക്ക് ആവശ്യം, സ്കൂൾ പൂട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ നല്ല ക്രിസ്പി പരിപ്പുവട റെഡി. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച്, കൂടെ ആരെങ്കിലുമൊക്കെ വേണമല്ലേ, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ TV കാണാണ്. പിന്നെ അവന് പരിപ്പുവട വേണ്ടാന്ന് പറഞ്ഞു. ഭാഗ്യനാണെങ്കിൽ നനയ്ക്കാനും പോയി. ബാക്കി സമയം നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ മുടി ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. മുടി വെട്ടാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത് നമുക്കൊന്ന് ബൊട്ടോക്സ് ചെയ്യാമെന്ന് പറഞ്ഞത്. ബൊട്ടോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ താല്പര്യമില്ല, ഇനി നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യൂ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൽ നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.